നമ്മൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി ഇട്ടു. ഇനി നമ്മുടെ കറി ഏകദേശം ഈ ഒരു പരുവത്തിലാവും. ഇനി നമ്മൾ ചോറ് നല്ലതുപോലെ പൊക്കി കോരി ഇട്ടു. ഇതിനുശേഷം ചോറൊക്കെ നല്ലപോലെ വെക്കുക. രണ്ടാമതും കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇത് വെച്ചിങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പം ഞങ്ങളിവിടെ ഏകദേശം 6 കിലോ അരിയുടെ ചോറായിരിക്കും. നമ്മൾ ഈ സവാള ഇനി നമ്മൾ ബ്രൗൺ കളർ ആവുന്ന വരെ നല്ലപോലെ വഴട്ടുക. അങ്ങനെ ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് കുറച്ചിട്ടിട്ട് നമുക്ക് അടുത്തത് ഇനി ചിക്കൻ കറി കളറാണ്. സവാള മുളക് പൊടി എല്ലാം നമ്മളിട്ട് നല്ലതുപോലെ ആക്കുക. അതിന് പിന്നെ നമ്മൾ സവാള ബ്രൗൺ കളർ ആവുന്നവരെ ഇട്ട് വെക്കുക. നേരത്തെ നമ്മൾ ബ്രൗൺ കളർ ആയില്ല, ബാക്കിയായിരുന്നു. ഇനി നമ്മൾ ഇനി ഈ സവാള ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് സവാള ഇടുക, ഇളക്കുക. നമ്മളതിന് വേണ്ടി അത് കഴിഞ്ഞ് ഇത് കറിയിലേക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കറിയും റെഡിയായി. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കോരി വറുത്ത് വെക്കും. അങ്ങനെ പകുതി കോരി വറുത്ത് വെച്ചേക്കുകയാണ്. അങ്ങനെ ബാക്കിയും കൂടെ കോരി വറുക്കും. അങ്ങനെ നമ്മൾ മുന്തിരി ഇട്ടു. നല്ലതുപോലെ ഇളക്കുന്നുണ്ട്. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടുത്തിടുന്നത് പിന്നെ അണ്ടിപ്പരിപ്പാണ്. നമ്മളങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. അങ്ങനെ എടുത്ത് നമ്മൾ ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് നമ്മൾ അങ്ങനെ പൊരിക്കാൻ മുന്തിരി വെച്ചതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് പൊരിക്കാൻ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് കോരി വറുത്തിടുകയാണ്. ഇതിന് ശേഷം മുന്തിരിയും ബാക്കിയുള്ളത് കോരി വറുത്തിട്ടു. ഇതെല്ലാം ചോറിലേക്ക് നമ്മൾ കോരി വെച്ച ചോറിലേക്ക് ചെമ്പിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി. അതിനുശേഷം ബാക്കിയുള്ള ചോറിന് വേണ്ടിയിട്ട് പിന്നെ കഴിക്കാൻ നമ്മുടെ ചോറും മട്ടൻ കറിയും റെഡി.